അല്ല, നമ്മൾ പത്തനംതിട്ടയിലെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത് റോഡാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അതായത് രീതിയിലുള്ള ഒരുപക്ഷെ ഒഴുക്കായിരുന്നു. ഈ മഴപ്പെയ്ത്ത് ഈ ദുരിതപ്പെയ്ത്ത് ഏറ്റവും അധികം ബാധിച്ച ഒരു ജില്ല പത്തനംതിട്ടയാണ്. മറ്റൊന്ന് കോട്ടയമാണ്. അതെ, തീർച്ചയായും. ഭാഗ്യവശാൽ ഇടുക്കിയിലും വയനാടും അത്ര കണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഏതായാലും പത്തനംതിട്ടയിലെ ആറന്മുള, റാന്നിയൊക്കെ പലവട്ടം മുങ്ങി. ഒന്ന് നേരെയായി വരുമ്പോഴേക്കും വീണ്ടും മുങ്ങുന്ന അവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായോ? അതെ, അത് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. പത്തനംതിട്ടയിൽ രാത്രി മഴ മാറി നിന്നതോടെ വെള്ളക്കെട്ടുകൾ ഇറങ്ങിത്തുടങ്ങി. നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മുഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ തുറന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. പത്തനംതിട്ട വലഞ്ചുഴിയിൽ നിന്ന് ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, ഇന്ന് ഒരു 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ മഴയൊന്ന് ശമിച്ചിരിക്കുന്നത് അല്ലേ? ആ ദൃശ്യങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എങ്കിൽ പോലും ആ മഴയൊന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ ആ വെള്ളക്കെട്ടിനൊന്നും ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. എന്താണെന്ന് അവിടുത്തെ ഒരു സാഹചര്യം ഗൂഗിളിന്റെ മുഖവും ആകാശവും ഒരല്പം തെളിഞ്ഞിട്ടുണ്ട്. കാരണം ആശങ്കയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഗൂഗിളൊക്കെ ഓടി നടപ്പായിരുന്നു ഉറക്കമില്ലാതെ. മറ്റൊന്ന് വലഞ്ചുഴി എന്ന ഇടത്താണുള്ളത്. അവിടെ ആ വല്ലാത്ത ചുഴിയിൽ നിന്ന് പത്തനംതിട്ട ആകെ കരകയറിയോ? കൃഷ്ണരാജ്, രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആശങ്കകളൊന്ന് അകന്നു തുടങ്ങുന്ന ഒരു പ്രഭാതമാണ് ഇന്നത്തേതെന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പകലും ഒപ്പം ഇന്നലെ രാത്രിയും മഴ പൂർണ്ണമായിട്ടൊന്ന് മാറി നിന്നതോടുകൂടി ഈ പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ മുഖത്തൊക്കെ ഒരു പ്രകാശം വീണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഒലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കവർന്നെടുത്തുകൊണ്ടാണ് ആ വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായത്. എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം ഈ ഘട്ടത്തിലെ ലക്ഷണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ട വലഞ്ചുഴിയാണ്. വലഞ്ചുഴി, എനിക്ക് പിന്നിൽ വലഞ്ചുഴി ദേവീക്ഷേത്രം കാണാം. ഈ ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതിനെ ചുറ്റിയാണ് അച്ഛൻ കോവിലാറ് ഒഴുകുന്നത് എന്നുള്ളതാണ്. ആ അച്ഛൻ കോവിലാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ രൗദ്രഭാവം നമ്മൾ ഇവിടെ നിന്ന് ലൈവ് ചെയ്തിരുന്നതാണ്. അതായത് നദി ഏത്, ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് ഏത് എന്ന് വ്യത്യാസമില്ലാതെ ഈ രണ്ട് ഭാഗത്തെയും, അതായത് നദി വളഞ്ഞൊഴുകുകയാണ്. രണ്ട് ഭാഗവും മുഴുവൻ പൂർണ്ണമായിട്ടും ഈ റോഡിലൂടെ കയറി നദി ഒഴുകുകയായിരുന്നു, കുത്തി ഒലിച്ചൊഴുകുകയായിരുന്നു. അമ്പലത്തിന് ആ മുകൾ ഭാഗം വരെ, അല്ലെങ്കിൽ ആ ഒരു പൊക്ക ഭാഗം വരെയും വെള്ളം കുത്തി ഒലിച്ചൊഴുകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അച്ഛൻ കോവിലാർ ഇപ്പോൾ ശാന്തമായിട്ട് ഒഴുകുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം അതിൻ്റെ ആ വിസ്തീർണം കുറഞ്ഞ് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് വെള്ളം വലിഞ്ഞപ്പോൾ അവിടെയുള്ള അവസ്ഥയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നദികളിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് പമ്പ പോലെയുള്ള നദികളാണ് ഏറ്റവും കൂടുതൽ ആക്രമണകാരികളായത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പമ്പയിലും ജലനിരപ്പ് കാര്യമായിട്ട് തന്നെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. പമ്പയാണ് ഏറ്റവും കൂടുതൽ ദുരിതം വിധിച്ചത്. പ്രത്യേകിച്ച് ആറന്മുള, റാന്നി ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങളിൽ കരകവിഞ്ഞുകൊണ്ട് വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ കയറി ചെന്നത് പമ്പാ നദിയായിരുന്നു. സമാനമായി തന്നെ അച്ഛൻ കോവിലാറും അതോടൊപ്പം തന്നെ കക്കാട്ടാറും മണിമലയാറും ഒക്കെ തന്നെ കരകവിഞ്ഞ് അതിൻ്റെ രൗദ്രഭാവത്തിൽ ഒഴുകിയത് മൂലം ഈ രീതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ പത്തനംതിട്ട പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിരുന്നു. എന്തായാലും ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ശുഭകരമായിട്ടുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ ഇന്നലെ രാവിലെയാണ് തുറന്നത്. ഇന്നലെ രാവിലെ 15 സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ടായിരുന്നു. അതുമൂലം പമ്പാ നദിയിലും കക്കാട്ടാറിലും ജലനിരപ്പ് അല്പം ഒന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു ഉച്ചയോടുകൂടി. പക്ഷേ അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി മഴ ശമിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഷട്ടർ 10 സെൻറ്റിമീറ്റർ ആയിട്ട് അതിൻ്റെ ഉയരം കുറച്ചിട്ടുണ്ടായിരുന്നു. 15 സെൻറ്റിമീറ്ററിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ. നിലവിൽ ഇപ്പോഴും ഡാമിൽ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ആ ഷട്ടർ അങ്ങനെ 10 സെൻറ്റിമീറ്റർ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഡാമിൻ്റെ പ്രദേശത്ത് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം. ഒപ്പം മറ്റ് ഡാമുകളുണ്ട്, കക്കി ഡാം പോലെയുള്ള ഡാമുകളുണ്ട്, ഒപ്പം മറ്റ് പല ചെറിയ ഡാമുകളുണ്ട്. അതിൻ്റെയൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയൊരു കാര്യമായിട്ടൊരു ഇന്നും പകൽ കൂടി മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ വലിയൊരു ആശ്വാസത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരും. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം 17ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇതുവരെ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ 500-ലധികം ആളുകളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ തുടരുന്നത്. ഏറ്റവും കൂടുതൽ തിരുവല്ല,
മല്ലപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ ആറന്മുള പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ തന്നെയും ഇനി ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഏറ്റവും ഗൗരവപൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് റാന്നിയിൽ ആദ്യഘട്ടത്തിൽ ഒരു വലിയ പ്രളയമുണ്ടായി, പ്രളയ സമാന സാഹചര്യമുണ്ടായി. പിറ്റേ ദിവസം വെള്ളം ഇറങ്ങിയിരുന്നു. അപ്പോൾ റാന്നിയിലെ അവസ്ഥ നമ്മൾ കണ്ടിരുന്നതാണ്. കാരണം പൊതുനിരത്തുകളിലടക്കം മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, MLA ഒക്കെ ബന്ധപ്പെട്ട്. എന്തായാലും ഇനിയിപ്പോൾ ആറന്മുള ഭാഗവുമൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം അതുതന്നെയാണ്. അതായത് ഈ വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ചളിയും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളും വലിയ രീതിയിൽ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ കൃത്യമായിട്ട് ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചർച്ചകളൊക്കെയാണ് എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഈ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നഷ്ടപരിഹാരം, അവരുടെ ജീവനും അല്ലെങ്കിൽ സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരികൾ, അവർ ഈ ഓണം വിപണിയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചത് റാന്നിയിലടക്കം ഒലിച്ചുപോയ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിരുന്നതാണ്. എന്തായാലും അവർക്കൊക്കെ കൃത്യമായിട്ട് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഒപ്പം വീടുകൾ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും ഒക്കെ തകർന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വീടുകൾ വെച്ച് നൽകേണ്ടതുണ്ട്, നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. എന്തായാലും അതുമായി അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് ഇനി സർക്കാർ സംവിധാനങ്ങൾ കടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, എന്തായാലും പറയുവാനായിട്ടും സാധിക്കുന്നത്. ഒപ്പം ആശ്വാസം നൽകുന്ന കാര്യം ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ക്യാമ്പുകൾ വിട്ട് വീടുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ആറന്മുള മേഖലയും അപ്പർ കുട്ടനാടൻ മേഖലയിലും ഇപ്പോഴും വെള്ളക്കെട്ട് ചിലയിടങ്ങളിലൊക്കെ തുടരുന്നുണ്ട്. പ്രധാനമായിട്ടും റോഡുകളിലെ വെള്ളം മാറി തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസം. ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബസ് ഗതാഗതം അടക്കം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ആറന്മുള റാന്നി ഭാഗങ്ങളിലൊന്നും ബസ് പോലും കടന്നു ചെല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു ഒന്നും ആർക്കും വരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമാകും. ഒപ്പം രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ആറന്മുള മേഖലയിലുണ്ട്. NDRFിൻ്റെ സംഘമൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആളുകളും വീട്ടിലൊക്കെ തന്നെ തുടരുകയാണ്. അവരുടെയൊക്കെ അവസ്ഥ ഇന്നിപ്പോൾ രാവിലെ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ സുരക്ഷാ സേനകളുടെ ഭാഗത്തു നിന്ന് നടത്തും. ഒപ്പം കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന തൊഴിലാളികളടക്കം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇന്ന് ഇപ്പോൾ അവർക്ക് ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് വരാൻ താല്പര്യപ്പെടാതിരുന്ന ആളുകൾക്ക് ഭക്ഷണമടക്കം എത്തിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും അവർ ഇന്ന് നടത്തുക. എന്തായാലും ഇന്നിപ്പോൾ പകൽ മഴ വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മഴ എന്തായാലും രാവിലത്തെ ഈ സമയത്ത് മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രി പെയ്തില്ല, ഇന്നലെ രാവിലെയും പെയ്തിരുന്നില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ഒപ്പം ശബരിമല തീർത്ഥാടനവും അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെയും സംഭവിച്ചില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ഒപ്പം ജില്ലയിൽ 2 ദിവസത്തെ പ്രളയത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പന്തളത്താണ് പൊഞ്ചവയലിൽ നീന്തിക്കൊണ്ടിരുന്ന ഒരു യുവാവ് മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് ആളപായങ്ങളൊന്നും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വീടുകളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളും ഒക്കെ നശിച്ച് അങ്ങനെ നാശനഷ്ടങ്ങളേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ജില്ലയിൽ നിന്നും പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രധാന നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. ബാക്കി ഇന്ന് മഴ പെയ്യാതിരിക്കട്ടെ എന്ന് കൂടിയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ശമനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം ആണല്ലേ ലഭിക്കുന്നത്.